എണീറ്റ് വന്നപ്പോൾ ഞാൻ കണ്ട ബാക്ക് യാർഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം എന്ന് പറയുന്നത്. എന്നെ ഇൻസ്പയർ ചെയ്ത എൻ്റെ നെയ്ബറിനെ പറ്റി. വെൽക്കം ടു വെൽനെസ് വേ ബൈ ലക്ഷ്മി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒത്തിരി വ്യത്യാസമുള്ള ടോപ്പിക്കൊന്നുമല്ല, ഡീക്ലട്ടറിങ് ആൻഡ് ക്ലീനിങ് തന്നെയാണ്. ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ, മോർ ലൈക്ക് എ റിതം, ഒരു ഡെയിലി റിട്ടേണിങ്, ഒരു എ വേ ഓഫ് കെയറിങ് ഫോർ യുവർ ഹോം ആൻഡ് യുവർ സെൽഫ് അറ്റ് ദ സെയിം ടൈം. അതാണ് കേട്ടോ നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇഫ് യു ആർ ന്യൂ ഹിയർ, മൈ നെയിം ഈസ് ലക്ഷ്മി. വെൽക്കം ടു വെൽനെസ് വേ ബൈ ലക്ഷ്മി. നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നു. ഇഫ് യു ആർ റിട്ടേണിംഗ് ടു ദിസ് ചാനൽ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദെയർ. ദിസ് ചാനൽ ഈസ് അബൌട്ട് ലിവിങ് വെൽ അറ്റ് എനി ഏജ്. 40s ആയിക്കോട്ടെ, 50s ആയിക്കോട്ടെ, 60s ആയിക്കോട്ടെ, ആൻഡ് ബിയോണ്ട് ദാറ്റ് സിംപ്ലിസിറ്റി ആൻഡ് ഒരു ഹാർട്ട്ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഒരു ഹോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പീസ്ഫുള്ളും ഒരു മീനിങ് ഫുള്ളും ആയിട്ടുള്ള ഒരു ലൈഫും കൂടി അതിനകത്തുണ്ട്, അല്ലേ? ഇഫ് യു ആർ ലേണിംഗ് ടു സ്ലോ ഡൗൺ ഓർ സ്റ്റാർട്ട് ഓവർ ഇൻ എ ന്യൂ സീസൺ ഓഫ് ലൈഫ്, ഞാൻ എപ്പോഴും പറയും, യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. നമ്മൾ പെർഫെക്ഷൻ നോക്കുന്നില്ല. വി ആർ നോട്ട് ചേസിങ് പെർഫെക്ഷൻ ഹിയർ. വി ആർ ബിൽഡിങ് എ തോട്ട്ഫുൾ, ജോയ്ഫുൾ ലൈഫ്, വൺ സ്മോൾ സ്റ്റെപ്പ് അറ്റ് എ ടൈം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വീട്ടിലോട്ട് വന്ന് കയറുന്ന ആ സമയത്ത് നമുക്കൊരു ഫീൽ ഉണ്ടാകത്തില്ലേ? പിന്നെയും നമ്മൾ ആ വീട്ടിലോട്ട് കയറുമ്പോൾ ഉള്ള ആ കാമായിട്ടുള്ള ഫീലിങ്, നമ്മുടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്തെത്തിയെന്നുള്ള ഫീലിംഗ്, ആ ഒരു മൊമെൻ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? അതായത് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ എവിടെയെങ്കിലും ഒരു കുഷ്യൻ മാറിക്കിടപ്പുണ്ട്, എവിടെയെങ്കിലും പേപ്പർ മാറിക്കിടപ്പുണ്ട്, അതിലായിരിക്കും നമ്മളുടെ കണ്ണുകൾ ആദ്യം ചെല്ലുന്നതല്ലേ. അങ്ങനെ എന്തുകൊണ്ടാണെന്നറിയോ? എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കമ്പാനിയനാണ്. ആ ഒരു വീടെന്ന് പറയുന്നത്, നമ്മുടെ ഡോറ് തുറന്ന് എൻട്രി ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു കമ്പാനിയനാണ്. ഈ ലൈഫിൻ്റെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് വീടുകളിലാണല്ലേ. ഒരു 30കളിലെ ഒരു 20കളിലെ ഒക്കെ വെച്ച് അപേക്ഷിച്ച് 40കളിലെത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ കുറേ നാൾ കഴിയുമ്പോൾ ഓവർ ടൈം നമുക്ക് അവർ ഹോം ബിക്കംസ് സംതിങ് മോർ ദാൻ എ പ്ലേസ് ടു ലിവ്. ഇറ്റ് ബിക്കംസ് എ കമ്പാനിയൻ. ശരിയല്ലേ? അപ്പം ഇത് തന്നെയാണ് ഒരു ഷിഫ്റ്റ് ഫോർ മീ. ഞാൻ എപ്പോഴും ഐ യൂസ് ടു തിങ്ക് ഓഫ് ക്ലീനിങ് ആസ് സംതിങ് ഐ ഹാഡ് ടു ഗെറ്റ് ത്രൂ, എ ചോർ, സംതിങ് ടു ചെക്ക് ഓഫ് ദ ലിസ്റ്റ്. ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ആ പെർസ്പെക്റ്റീവ് മാറിയത്, ഞാനൊരു ബുക്ക് വായിച്ചു, എ മോങ്സ് ഗൈഡ് ടു ക്ലീൻ ഹൗസ് ആൻഡ് മൈൻഡ്. ഇൻ ദാറ്റ് ബുക്ക് ദ ഐഡിയ ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ. എന്താണെന്ന് വെച്ചാൽ, ക്ലീനിങ് ഈസ് ഇൻ ജസ്റ്റ് അബൌട്ട് മൂവിങ് ഡേർട്ട്. ഇറ്റ് ഈസ് എ വേ ഓഫ് കാമിങ് ദ മൈൻഡ്, എ വേ ഓഫ് ഇന്നലെ ഒരു 3-4 മണിക്കൂർ എടുത്തിട്ട് എൻ്റെ നെയ്ബർ തന്നെ കൊണ്ടുവച്ച ഫ്ലവർ പോട്ട്സും തന്നെ ചെയ്ത ഡെക്കറേഷൻസുമാണ് കേട്ടോ ഇത്. ഞാനത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം നമ്മുടെ ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് കണ്ടിന്യൂസ്ലി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഗാരാജ് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അതായത് അപ്പോഴാണ് ഞാൻ ആ ബുക്കിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ബുക്കിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലീനിങ് ഈസ് എ പാർട്ട് ഓഫ് ദ ഡെയിലി റിതം. അതൊരു റഷായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, അവോയ്ഡ് ചെയ്യേണ്ട കാര്യമല്ല, ബട്ട് ഡൺ വിത്ത് ഇൻറ്റൻഷൻ. ഒരു സ്വീപ്പിംഗ് എ ഫ്ലോർ, മേക്കിംഗ് എ ബെഡ്, വൈപ്പിംഗ് എ കൗണ്ടർ, ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല, മീനിങ്ലെസ് ആയിട്ടുള്ള ടാസ്ക് അല്ല. അതൊക്കെ ഒരു ഫോം ഓഫ് മൈൻഡ്ഫുൾനെസ് ആണ്. അങ്ങനെയാണ് ആ ബുക്കിനകത്ത് പറയുന്നത്. ഇന്ന് എൻ്റെ നെയ്ബർ ചെയ്ത ആ കാര്യം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതാണ് തോന്നിയത് കേട്ടോ. അവരെന്ത് പാഷനേറ്റ് ആയിട്ടാണ് ചെയ്തിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ ഇവിടോട്ട് വരുമ്പം എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ ഒരു ദിവസം ചെയ്യാം. ഇന്ന് നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിനെ പറ്റി പറയാം. അപ്പം നമ്മുടെ ടുഡേ മൈൻഡ്സ് ലിറ്റിൽ സ്ലോവർ നൗ. അതായത് പണ്ടത്തെ പോലെ അല്ല ഞാൻ ക്ലീനിങ് ചെയ്യുന്നത്. നൗ വെൻ ഐ മേക്ക് മൈ ബെഡ് ഇൻ ദ മോർണിംഗ് ഓർ ഓപ്പൺ ദ വിൻഡോ and let fresh air in, it feels less like something I have to do
and more like a quiet way of beginning, a small signal to myself that the day matters. That's how I live in my home, and that matters. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പം അത് ഭയങ്കര കാമിങ് ആണ്. നമ്മൾ 2-3 ദിവസത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ട് പിന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുന്നത്. ഒരു ഡിഷ് വാഷ് ചെയ്യുന്നത് തന്നെ ഉടനെ യൂസ് ചെയ്തു ഉടനെ വാഷ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കുന്ന സാധനം ഉടനെ തന്നെ തിരിച്ച് വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കിട്ടുന്നത്. അപ്പം ഇവർ ഈ ഒരു ബുക്കിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റിപ്പീറ്റഡ് ആക്ഷൻസ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. നമ്മളത് ഇട്ടിട്ട് പോയാലാണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മെസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നെ തന്നെ എൻ്റെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആക്കി ഞാൻ ചിന്തിക്കുമ്പം ഐ യൂസ് ടു ലുക്ക് അറ്റ് തിങ്സ് ആൻഡ് തിങ്ക്, വൈ ഡിഡ് ഐ ബൈ ദിസ്, why did I keep this, and now I ask something different, how did this serve me when I needed it. നമ്മൾ അതെങ്ങനെ സഹായിച്ചു. ഒരു സ്വെറ്റർ ആയിക്കോട്ടെ, ഒരു ബ്ലാങ്കറ്റ് ആയിക്കോട്ടെ, എന്തായാലും ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഇൻ അവർ ഹോം അറ്റ് ദ വൺ ടൈം ഹാഡ് മീനിങ് അല്ലേ. അറ്റ് വൺ ടൈം ദേ ഹാഡ് മീനിങ്, ദേ സപ്പോർട്ടഡ് എ വേർഷൻ ഓഫ് അവർ ലൈഫ്. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വീടിൻ്റെ ഒരു മൂലയ്ക്കിരിക്കുന്ന ഒരു കൂളറായിരിക്കാം, അത് ഒരു സമയത്ത് നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഇപ്പം നമുക്കത് യൂസ്ഫുൾ അല്ല. അപ്പം നമ്മളത് ആലോചിക്കുന്നത് എന്താ, ഡു ഐ സ്റ്റിൽ നീഡ് ദിസ് ഫോർ ദ ലൈഫ് ഐ ആം ലിവിങ് നൗ. അങ്ങനെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് വയ്ക്കുക, അല്ലെങ്കിൽ അത് കളയുക. ഇത് നമ്മുടെ കോൺവാരി മെത്തേഡിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മിനിമലിസത്തിലോട്ട് വരുന്നത്. ഇതിൻ്റെ എല്ലാം നമ്മൾ അവസാനം എന്ന് പറയുന്ന ഒരു മിനിമലിസമാണ്. ഇത് പുതിയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗിൽറ്റ് ഉണ്ടല്ലോ, ഓർ ബ്രിങ് ന്യൂ തിങ്സ് ഇൻ വിത്തൗട്ട് ഇൻറ്റൻഷൻ ഇല്ലാതെ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന സാധനങ്ങൾ. അപ്പം എനിക്ക് എൻ്റെ ഹോം ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് അങ്ങനെ ആക്കി വെക്കണമെന്നാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ സ്ട്രിപ്പിംഗ് എ ഹോം ഓഫ് എവറിത്തിങ്. എ ഹോം ഷുഡ് ഫീൽ ലിവ്ഡ് ഇൻ. യു ഹാവ് എ കുക്ക്, ദർ വിൽ ബി സൈൻസ് ഓഫ് ദാറ്റ് ഇഫ് യുവർ ഗാർഡൻസ് യു ഓർ ക്രിയേറ്റ് ദാറ്റ് വിൽ ഷോ ടു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമുക്ക് ആഗ്രഹമുള്ള. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നെനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുമ്പം എൻ്റെ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ജെൻറ്റിൽ റിട്ടേണിംഗ് ആണ്. നമ്മൾ സർഫസ് വൈപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തൂത്തുവാരുകയാണ്. അപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അതേ സുഖമായിരിക്കണം. അതായത് അതൊരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള കാര്യം ആവാൻ പാടില്ല. അപ്പോൾ അതിനകത്ത് ആ മങ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദ ഔട്ടർ ഓർഡർ സപ്പോർട്ട്സ് ദ ഇന്നർ കാം. ഞാൻ പണ്ടും പറഞ്ഞിരുന്നു, ക്ലട്ടർ കാണുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് തിങ്ക് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീക്ലട്ടറിങ്ങിന് ഒരു വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. ആൻഡ് ഓവർ ടൈം ഓൾ ദോസ് സ്മോൾ ആക്ഷൻസ് വിൽ ക്രിയേറ്റ് എ ഹോം ദാറ്റ് ഫീൽസ് പീസ്ഫുൾ. ഇന്നായിരിക്കത്തില്ല, ഒറ്റയടിക്കായിരിക്കത്തില്ല. ഇന്നിപ്പം ഞാൻ ഈ ഗരാജ് ചെയ്തു എന്ന് വെച്ചിട്ട് എൻ്റെ മോൻ്റെ ഹെൽപ്പും കൂടെ ഞാൻ എടുത്തു. അത് കുറച്ച് ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു, എന്നാലും ഒരു ക്ലീൻ ആക്കി വെച്ചു. ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ അകത്തെ കബോർഡ്സ് 2-3 കൂടെ ചെയ്യാനുണ്ട്, അതിന്ന് ചെയ്യുന്നില്ല എന്ന് വെച്ചു. അങ്ങനെ പതുക്കെയാണ് കേട്ടോ ക്ലീനിങ് ചെയ്യുന്നത്. അപ്പം ഇതിനെപ്പറ്റിയായിരുന്നു ഇന്നെനിക്ക് സംസാരിക്കാനുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ളത് അത്രയും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഡീക്ലട്ടറിങ്ങും ക്ലീനിങ്ങും ചെയ്യുന്നത് മൈൻഡ്ഫുള്ളായിട്ടായിരിക്കണം, ഓവർവെൽമിംഗ് ആയിട്ടായിരിക്കരുത്. അതൊരു റിപ്പീറ്റഡ് ആക്ഷൻ ആയിരിക്കണം. എന്നും ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ കാണും, എന്നും നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ ഒരു 100 സാധനം ആകുന്ന സമയത്ത് ഡൊണേറ്റ് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുക. അങ്ങനെ പതുക്കെ നമ്മുടെ
വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമായിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുക. അപ്പം നമ്മുടെ ഇനി ഏജ് മുന്നോട്ട് പോകുന്തോറും ഒരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് വേണ്ടത്. കുറേ സാധനങ്ങളല്ല വേണ്ടത്. കുറേ സാധനങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യാതിരിക്കുക. ഒരു സാധനം പോയിട്ട് അതിന് സ്പേസ് ഉണ്ടാകുമ്പോൾ മാത്രം അടുത്തത് ചെയ്യുക. നമുക്ക് സന്തോഷം തരുന്ന ഒരു ജോലിയായിട്ട് തന്നെ ഡീക്ലട്ടറിങ്ങിനെയും ക്ലീനിങ്ങിനെയും കാണുക. അതാണ് കേട്ടോ എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. എൻ്റെ മനസ്സിൽ കൂടെ ഞാൻ ക്ലീൻ ചെയ്താൻ തുടങ്ങിയ മീൻസ് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഞാനിവിടെ ഇനി 1 മാസം കൂടെ ഉണ്ട്. എനിക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ബ്രദറിൻ്റെ വീട് കുറച്ച് നമുക്ക് നമ്മളുടെ വീട് പോലെയാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്നാലും നമ്മുടെ വീടാണല്ലോ ഇത്. അപ്പോൾ അത് നമുക്കതുപോലെ ക്ലീൻ ചെയ്യാനും അറേഞ്ച് ചെയ്യാനും എല്ലാം എൻ്റെ രീതിയിൽ ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. ഒരു ഹെൽപ്പ് നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ അത് നല്ലതല്ലേ. ഗോവു വെക്കേഷൻ പോയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ ഒരു ചെറിയ സർപ്രൈസ് പോലെയാവും. എൻ്റെ വീഡിയോസൊന്നും അവൻ ശരിക്കും എപ്പോഴൊന്നും കാണാറില്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു സർപ്രൈസ്, ഒരു ഹാപ്പിനെസ് നമുക്കെന്ത് കൊടുക്കാൻ പറ്റും. പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴും ഇതുപോലെ ക്ലീൻ ചെയ്തും ഒക്കെ ഞാൻ അവൻ്റെ റൂമും ബെഡും ഒക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ഇപ്പം എൻ്റെ ഒരു എൽഡർ സിസ്റ്റർ എന്ന നിലയിൽ എനിക്കൊരു സർപ്രൈസായിട്ട് ചെയ്യാൻ പറ്റിയത് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.